അതാ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുന്നു. നമ്മൾ അതിനുശേഷം പ്രധാനമന്ത്രിയായത്. അതുപോലെ തന്നെ യാദൃശ്ചികമായാണ് അതിനു മുമ്പ് നരസിംഹറാവുവിൻ്റെ കാലത്ത് അദ്ദേഹം ധനമന്ത്രി ആയതും. നരസിംഹറാവു ഒരു ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പക്ഷെ മൻമോഹൻ സിംഗ് നൽകിയ അതിശക്തമായ പിന്തുണയാണ് അക്കാലത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക്, അതൊക്കെ വലിയ വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പരിഷ്കാരങ്ങൾക്ക് നരസിംഹറാവുവിന് സഹായകമായി മാറിയത്. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നന്നായി വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ അത് കുറേ കഴിയുമ്പോൾ സംഭവിക്കുമായിരിക്കും. അതുകൊണ്ട് വളരെ സൗമ്യൻ ആയ ഒരു പ്രധാനമന്ത്രി. പാർലമെൻറ്റിൽ അദ്ദേഹം പതിവായി വരുമായിരുന്നു. ഏത് ചോദ്യം ഉന്നയിച്ചാലും അതിന് ഉത്തരം നൽകുമായിരുന്നു. ആ രീതിയിൽ ഒരു കാര്യവിവരമുള്ള, അന്നത്തെ കാലത്ത് ഞങ്ങൾ പലരും പറയുമായിരുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള അല്ലെങ്കിൽ വിഷയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് വിയോജിക്കാം, എതിർക്കാം, അദ്ദേഹത്തിൻ്റെ നയങ്ങൾ തെറ്റായിരുന്നു എന്ന് പറയാം. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക നയങ്ങൾ പ്രധാനമന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലത്ത് സ്വീകരിച്ച നിലപാടുകൾ അത് ഇന്ത്യയുടെ ഗതി മാറ്റിയ അല്ലെങ്കിൽ ഗതി നിർണയിച്ച വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളായിരുന്നു എന്ന് പറയേണ്ടി വരും. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിന് വലിയ ആവേശം കാണിച്ചിരുന്നില്ല. പക്ഷേ മാധ്യമങ്ങളെ കാണുന്നതിന് അദ്ദേഹത്തിന് തടസ്സവുമില്ലായിരുന്നു. ലോക്സഭയിലാണെങ്കിലും ഞങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അദ്ദേഹം സഭയിൽ ഹാജരായി അതിന് മറുപടി പറയുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അതിലല്ലോ. മാധ്യമങ്ങളെ മാത്രമല്ല അകറ്റി നിർത്തുന്നത്, എം പിമാരെ അകറ്റി നിർത്തുകയാണ്. മൻമോഹൻ സിംഗ് അങ്ങനെ ഒരാളായിരുന്നില്ല. അദ്ദേഹം ഒരു നല്ല വിഷയം അറിയാവുന്ന ഒരു അക്കാഡമിക് വൈദഗ്ധ്യത്തോടെ പാർലമെൻറ്റിൽ പറയേണ്ട കാര്യങ്ങൾ പാർലമെൻറ്റിൽ കൃത്യമായി പറയുന്ന പ്രധാനമന്ത്രി കൂടിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആരുമായിട്ട് വ്യക്തിബന്ധമൊന്നും പാലിക്കുന്ന ആളായിരുന്നില്ല. ഞങ്ങളിന്ന് തമാശയായിട്ട് പറയുമായിരുന്നു, കാരണം ഞങ്ങൾ 63-64 എം പിമാരുണ്ടല്ലോ ഇടതുപക്ഷത്തിന്. ആ പിന്തുണ കൊണ്ടാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഞങ്ങളെ ഒരു കുശലം പറയുകയോ, തമാശയായിട്ട് നമ്മുടെ ഭാഷയൊക്കെ പറയുമായിരുന്നു, ചായ പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു തികഞ്ഞ പ്രൊഫഷണൽ ആയിരുന്നു. രാഷ്ട്രീയത്തിൻ്റെതായ നാട്യങ്ങളോ അഭിനയങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു, സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു. അപ്പോൾ അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലോ. അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കാൻ തന്നെ കാര്യം അതാണ്. അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ച് പ്രധാനമന്ത്രിയായ ആളല്ല. അല്ല, അദ്ദേഹം ഇപ്പോൾ നരസിംഹറാവു പ്രധാനമന്ത്രിയായത് യാദൃശ്ചികമായിട്ടാണ്. അദ്ദേഹത്തെയാണ് വാസ്തവത്തിൽ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കേണ്ടത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ധനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. വളരെ സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ പോട്ടെ, സുപ്രധാനമായ സാമ്പത്തിക തീരുമാനങ്ങൾ അന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഗതി മാറ്റിയ, കാരണം ആ കാലമെന്ന് പറയുമ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ കാലമാണ്. അപ്പോൾ ആഗോളവൽക്കരണത്തിന് അനുസൃതമായി ഇന്ത്യയുടെ നയങ്ങളിലും നിലപാടുകളിലും മാറ്റം വരുത്തേണ്ട ഒരു സന്ദർഭമായിരുന്നു. ആ കാര്യം വളരെ കൃതഹസ്തതയോടെ നിറവേറ്റിക്കൊടുത്തത് മൻമോഹൻ സിംഗാണ്. മൻമോഹൻ സിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ ആ ആഗോളവൽക്കരണ നടപടികൾ അത്ര അനായാസം നടപ്പാക്കാൻ കഴിയുമായിരുന്നില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച ഇപ്പോഴും നടക്കുന്നുണ്ടാകും. പക്ഷേ ആ ശരി തെറ്റുകൾക്കപ്പുറം വളരെ നിർണായകമായൊരു തീരുമാനം, അത് വിപ്ലവാത്മകമായ തീരുമാനം എന്ന് തന്നെ പറയാൻ, കാരണം അത്രമാത്രം മാറ്റങ്ങൾ രാജ്യത്ത് വന്നിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു.
ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധൻ, ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ കടുത്ത വെല്ലുവിളികൾ നേരിട്ട ഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾക്ക് പുതിയ ദിശാമുഖം നൽകിയ വ്യക്തിത്വം എന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ ചരിത്രം ഡോക്ടർ മൻമോഹൻ സിംഗിനെ അടയാളപ്പെടുത്തുക. വിദേശ നാണ്യശേഖരത്തിൽ ഇന്ത്യ താഴേക്ക് പതിക്കുകയും ഇന്ത്യയുടെ പൊതുകടം GDP-യുടെ 50% എത്തി നിൽക്കുകയും വലിയ വിലക്കയറ്റം ഉണ്ടാവുകയും ജനജീവിതമാകെ ദുസ്സഹമാവുകയും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തകരുകയും ചെയ്യുന്ന ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണ് ഡോക്ടർ സിംഗിനെ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. അവിടെ നിന്നാണ് ഇന്ത്യയുടെ സാമ്പത്തിക നയം മാറ്റം തുടങ്ങുന്നത്. 1991 ബജറ്റ് അവതരണത്തിന് ആമുഖമായി ഡോക്ടർ സിംഗ് പറഞ്ഞത് മാറ്റത്തിന്റെ സമയമെടുത്താൽ ഒരു ശക്തിക്കും അതിനെ തടുത്തു നിർത്താൻ കഴിയില്ല. ഈ ആമുഖത്തോടുകൂടി, ഈ മുഖവുരിയോടുകൂടിയായിരുന്നു 91 ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. ഇന്ത്യ എന്ന വിപണിയെ ലോകത്തിന് മുന്നിൽ തുറന്നിടുന്ന ഉദാരവൽക്കരണ നയങ്ങൾ അങ്ങനെ ഡോക്ടർ സിംഗ് അവതരിപ്പിക്കുകയായിരുന്നു. അതുവരെ കോൺഗ്രസ് പിന്തുടർന്നിരുന്ന സാമ്പ്രദായികമായ സാമ്പത്തിക നയങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിചലനമായിരുന്നു ഡോക്ടർ സിംഗിലൂടെ അന്ന് രാജ്യം കണ്ടത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയമായി അങ്ങനെ ഒരു നയമാറ്റത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കുകയോ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ഒരുപക്ഷെ റഷ്യയ്ക്കൊക്കെ സംഭവിച്ചതുപോലെ USSR-ന് സംഭവിച്ചതുപോലെ ഒരു രാജ്യം ശിഥിലമായി പോകാനുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കാണുകയും ചെയ്ത അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ആണ് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ സിംഗിനെ ആ ദൗത്യം ഏൽപ്പിച്ചത്. അദ്ദേഹം ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഉദാരവൽക്കരണ നയ സമീപനം എന്ന പുതിയ ആശയത്തെ ഡോക്ടർ സിംഗ് രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. നിശിതമായി വിമർശിക്കപ്പെടുകയും അങ്ങേയറ്റം അപഹസിക്കപ്പെടുകയും ചെയ്തു. ഡോക്ടർ സിംഗ് രാജ്യത്തിനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു, അങ്ങനെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ആൾ എന്നൊക്കെയുള്ള കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഡോക്ടർ സിംഗ് ആ ഘട്ടത്തിൽ നേരിടുകയുണ്ടായി. അന്ന് ഡോക്ടർ സിംഗ് തുടങ്ങിവെച്ച ഉദാരവൽക്കരണ നയങ്ങളാണ് പിന്നീട് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിത്തറ പാകിയത് എന്ന് പിന്നീട് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുകയുണ്ടായി. ഒരു രാഷ്ട്രീയക്കാരനല്ലാതിരുന്ന ഡോക്ടർ സിംഗ് തികഞ്ഞ ഒരു സാമ്പത്തിക രംഗത്തെ വിദഗ്ധൻ, ഒരു പ്രൊഫഷണൽ എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നത്. 2004 അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിന് വലിയ ബലപരീക്ഷകൾ നേരിടേണ്ടി വന്നു. വലിയ അഗ്നി പരീക്ഷകളിലൂടെ ഡോക്ടർ സിംഗിന് പോകേണ്ടി വന്നു. 2004 ഇടതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടുകൂടി 1ാം UPA സർക്കാർ അധികാരത്തിൽ വരികയും ഡോക്ടർ സിംഗ് പ്രധാനമന്ത്രിയാവുകയും ചെയ്ത ആദ്യത്തെ കാലം വളരെ സുഗമമായി പോയെങ്കിലും 2008 അമേരിക്കയുമായി ഉണ്ടാക്കിയ ആണവ കരാറിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഡോക്ടർ സിംഗ് നേരിടുകയും 60 MP-മാർ അടങ്ങുന്ന ഇടതുപക്ഷ പാർട്ടികൾ അദ്ദേഹത്തിന് പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ഡോക്ടർ സിംഗ് തന്റെ നിലപാടുകളിലും തന്റെ തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ തയ്യാറായില്ല. രാജ്യത്തിന്റെ ഭാവിക്ക് ആവശ്യമായ ഒന്നാണ് ഇൻഡോ US കരാർ എന്ന നിലപാടായിരുന്നു, ആണവ കരാർ എന്നതായിരുന്നു ഡോക്ടർ സിംഗിന്റെ അന്നത്തെ നിലപാട്. അതുകൊണ്ട് കടുകിട തന്റെ നിലപാടുകളിലും തീരുമാനങ്ങളിലും മാറ്റം വരുത്താതെ ഉറച്ച ബോധ്യത്തോടുകൂടി ഡോക്ടർ സിംഗ് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇടതുപക്ഷ പാർട്ടികൾ 2008 പിന്തുണ പിൻവലിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായി എത്തിയത് സമാജ്വാദി പാർട്ടിയായിരുന്നു. അങ്ങനെ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയിലാണ് ഡോക്ടർ സിംഗിന് ആ അവിശ്വാസത്തെ മറികടക്കാൻ കഴിഞ്ഞത്. വീണ്ടും 2009 2ാം UPA സർക്കാർ വരുന്നു. പക്ഷേ 1ാം UPA സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ തിളക്കത്തിലായിരുന്നു 2ാം UPA സർക്കാരിൻ്റെ വരവെങ്കിൽ അത് പക്ഷേ അഴിമതിയിൽ മുങ്ങിപ്പോയ ഒരു സർക്കാർ എന്ന സൽപ്പേരിന് കളങ്കം ഏൽക്കുന്ന കാര്യമുണ്ടായി. ഇപ്പോൾ ഏതായാലും എയിംസ് ആശുപത്രിയിൽ ഡോക്ടർ സിംഗ് 92ാം വയസ്സിൽ അദ്ദേഹം ചേതനയേറ്റ ഒരു ശരീരമായി അദ്ദേഹം കിടക്കുകയാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ഇടുന്ന സാമ്പത്തിക നയമാറ്റത്തിൻ്റെ ആ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചയാൾ എന്ന രീതിയിൽ അദ്ദേഹം അടയാളപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. ഡോക്ടർ സിംഗിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ ദാൻ ദ മീഡിയ, മാധ്യമങ്ങളെക്കാൾ ചരിത്രം എന്നോട് കരുണ കാണിക്കും എന്ന് ഡോക്ടർ സിംഗ് താൻ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ വാചകം അന്വർത്ഥമാവുകയാണ് ഇപ്പോൾ.